ഹായ് മക്കളെ, ഹായ് ഹായ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാമത്തെ ചാപ്റ്റർ, അതായത് 8ാം ക്ലാസ്സിന്റെ ഫിസിക്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഫോഴ്സ് അല്ലേ സാറേ? ബലം 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 അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരാം, ചാപ്റ്റർ മുഴുവനായിട്ട് എക്സാമിന് ഉണ്ടോ സാറേ എന്നൊക്കെ ഒരു സംശയം വരാം അല്ലെ? ഉണ്ടായില്ല. പക്ഷേ ഈ വർഷം നമുക്ക് കുറച്ച് ഡേയ്സ് അല്ലെ, സെപ്റ്റംബറിലാണ് എക്സാം നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 3rd ചാപ്റ്ററിലെ കുറച്ച് പോർഷൻ കൂടി നമ്മൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ചാപ്റ്ററിലേക്ക് പോകാം. ചാപ്റ്ററിൽ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കി പോകുക, ഈ ഭാഗങ്ങൾ ഒന്ന് നോക്കി പോകുക. അത്രേ വേണ്ടി വരുള്ളൂ നമ്മുടെ ഈ ഓണം പരീക്ഷയ്ക്ക് കേട്ടോ. ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് പോയാലോ സാറേ? തുടങ്ങാം. ഓക്കെ, അപ്പോ ഫോഴ്സ് എന്താണ്, ബലം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. പാഠത്തിന്റെ പേര് തന്നെ കേട്ടോ. എന്താണ്? ദ ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ച് ഓർ ടെൻഡ് ടു ചേഞ്ച്. ഓക്കെ, ഈ ഒരു സെന്റൻസ് ആണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് അറിയാത്ത ഒന്നും നമ്മൾ പറയുന്നില്ല സാറേ, ഒന്നും പറയുന്നില്ല. എന്താണ്? ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ച് ഓർ ടെൻഡ് ടു ചേഞ്ച്. ഒന്നുകിൽ അത് ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ? ഒന്ന്, അതിന്റെ ഷേപ്പ്, ആകൃതി. 2, അതിന്റെ സൈസ്, വലിപ്പം. 3, അതിന്റെ ഒരു അവസ്ഥ അല്ലെ, റെസ്റ്റിലാണോ അല്ലെങ്കിൽ മോഷനിലാണോ, യൂണിഫോം മോഷനിലാണോ അല്ലെ, നിശ്ചലാവസ്ഥയിലാണോ എന്നുള്ളത് അല്ലെ. അതിന്റെയൊക്കെ മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒരു ക്വാണ്ടിറ്റി. യെസ്. അപ്പൊ അതായത് ഈ പറയുന്ന പോലെ റെസ്റ്റിലുള്ള വസ്തുവിനെ അല്ലെ, അല്ലെങ്കിൽ മോഷനിലുള്ള വസ്തുവിനെ, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഷേപ്പിൽ മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ സൈസിൽ മാറ്റം വരുത്താൻ നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്നത്, എന്താണോ നമ്മൾ കൊടുക്കുന്നത്, അതിനെയാണ് എന്ത് പറയാ? ബലം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് ഈ പാഠത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും പാഠത്തിന്റെ പേര് ഇതായത് കൊണ്ടാണ് നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ബലം എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു യൂണിറ്റ് അല്ലെ, ഫിസിക്സിൽ എല്ലാ ക്വാണ്ടിറ്റികൾക്കും ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മറ്റേ നമ്മളെ സാറന്മാര് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തായാലും യൂണിറ്റ്സുകളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. നിങ്ങൾക്ക് ഓൾറെഡി ഒന്നാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, അളവുകളും അല്ലെ, യൂണിറ്റുകളും ആണ്. അപ്പൊ നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും, എല്ലാ ഭൗതിക അളവുകൾക്കും എന്തുണ്ട്? യൂണിറ്റുകൾ അല്ലെ സാർ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്നാണ് പറയുക അല്ലെ സാർ. ഐസക് ന്യൂട്ടൺ എന്ന ശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്നാണ് ആ യൂണിറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടി നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലെ. ക്വസ്റ്റ്യൻ നമുക്ക് വരെയാണ്, വാട്ട് ഈസ് വൺ ന്യൂട്ടൺ? എന്താണ് ഒരു ന്യൂട്ടൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതണം അല്ലെ. എന്താണ് സാധനം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ കൈവെള്ളയിൽ അല്ലെ, പാമ്പിൽ ഒരു 100 ഗ്രാം സബ്സ്റ്റൻസിന് എടുത്ത് പിടിച്ചാല് ആ സബ്സ്റ്റൻസ് കൊണ്ട് നമ്മുടെ ആ കൈവെള്ളയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനാണ് എന്ത് പറയുന്നത്? 1 ന്യൂട്ടൺ. ഓക്കെ, നമുക്കൊന്ന് വായിച്ചു പോകാം അല്ലെ സാർ. എന്താണ്? ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഓൺ യുവർ പാം വെൻ എ മാസ് ഓഫ് 100 grams is placed in your palm is 1 Newton. 100 ഗ്രാം സബ്സ്റ്റൻസ്, അത് ആ 100 ഗ്രാം എന്നുള്ളത് നമ്മൾ വിട്ടുപോകും. 100 ഗ്രാം എന്നോ 0.1 കിലോഗ്രാം എന്നോ പറയാം കേട്ടോ. ഓക്കെ, 100 ഗ്രാം എന്നോ 0.1 കിലോഗ്രാം എന്നോ പറയാം. ഓക്കെ, അങ്ങനെ മലയാളത്തിൽ ഒന്ന് പറഞ്ഞു. കൈവെള്ള 100 ഗ്രാം വെക്കണം. 100 ഗ്രാം സബ്സ്റ്റൻസ് ഉണ്ടാവുന്ന അനുഭവപ്പെടുന്ന ബലത്തെ നമുക്ക് എന്താണ്? 1 ന്യൂട്ടൺ ആയിട്ട് നമ്മൾ അതിനെ കണക്കാക്കണം. ഇതാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ബലത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബലങ്ങൾ തന്നെ എത്ര തരത്തിലുണ്ടെന്നൊക്കെ ചോദിച്ചു. ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഓക്കെ, ഒരുപാട് തരത്തിലുള്ള ഡിഫറെന്റ് ഫോഴ്സസ് ഉണ്ട്. അതുപോലെ തന്നെ കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലാസിഫിക്കേഷൻ, ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ തരംതിരിക്കുന്നത്. അതായത് സമ്പർക്ക ബലവും സമ്പർക്ക രഹിത ബലവും അല്ലെ. അതായത് ടെക്സ്റ്റ് ബുക്കിൽ നോൺ കോണ്ടാക്ട്, കോണ്ടാക്ട് ആൻഡ് നോൺ കോണ്ടാക്ട്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 132 അല്ലെ, 134 ഈ ഭാഗം എന്താണ്? കോണ്ടാക്ട് ഫോഴ്സിന്റെയും നോൺ കോണ്ടാക്ട് ഫോഴ്സിന്റെയും കുറച്ച് ചിത്രങ്ങൾ ഉണ്ട് അവിടെ അല്ലെ. നമ്മൾ ഇതുവരെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, നമുക്ക് പരിചയമുള്ള ഒരുപാട് ഫോഴ്സിന്റെ ചിത്രങ്ങൾ വളരെ ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലുള്ള കുറച്ച് ചിത്രങ്ങളാണ്. എന്താണ്? കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു, ഒരാൾ ഒരു ഫോഴ്സ് കൊടുത്തു ഒരു സാധനത്തിന് തള്ളി
ട്രോളി തള്ളി നീക്കുന്നു, മുകളിൽ നിന്ന് മരത്തിൽ നിന്നൊരു തേങ്ങ വീഴുന്നു അല്ലെ, യെസ്, അവിടെ ബോള് നമ്മൾ തട്ടുന്നു അല്ലെ, അങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പോ പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം സാറേ അല്ലെ. ഡെഫിനിഷൻ പഠിക്കാനായിട്ട് ഈ നൽകിയിരിക്കുന്ന ബോക്സിൽ അതിൽ നമ്മൾ ഡിഫറെന്റ് ഫോഴ്സസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഡിഫറെന്റ് ടൈപ്പ് ഫോഴ്സസ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. കോണ്ടാക്ട് ഫോഴ്സ്, നോൺ കോണ്ടാക്ട് ഫോഴ്സും ആണ് ഈ ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഏത് നമ്മളെ ഈ ചിത്രങ്ങള് അതാണ് നമ്മളോട് സംവദിക്കുന്നത്. ഈ നോട്ട് ഇത് നോട്ട് ചെയ്താൽ മതിയാവും. യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സിന് കുറച്ച് എക്സാമ്പിൾ പെട്ടെന്ന് രഹിത ബലവും സമ്പർക്ക ബലത്തിന് കുറച്ച് എക്സാമ്പിൾസ് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ടേബിൾ ഈസ് പുഷ് ടു വൺ സൈഡ്, ഒരു മേശ നമ്മൾ തള്ളി നീക്കുന്നത്, അത് ഒരു കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. രണ്ടാമത് നമ്മൾ പറയുന്നത് എ വെയിറ്റ് ഈസ് ലിഫ്റ്റഡ് ഫ്രം ദി ഗ്രൗണ്ട്, ഗ്രൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ താഴെ നമ്മൾ ഒരു വസ്തു എടുക്കും, അവിടെയെല്ലാം നമ്മൾ ചെലുത്തുന്ന ബലം സമ്പർക്ക ബലമാണ്. മൂന്നാമത്തത് പുള്ളിങ് എ കാർ, ഒരു വണ്ടി നമ്മൾ കൈവണ്ടി നമ്മൾ വലിക്കുന്നു, അവിടെ നമുക്ക് വലിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏത് ഫോഴ്സ് വേണം, നടക്കത്തില്ല. നാലാമത് ബോഡി കിക്ക്, ഒരു നമ്മള് ഫുട്ബോളൊക്കെ പറയുന്നു, കിക്ക് എടുക്കുന്നു, അതെല്ലാം കോണ്ടാക്ട് ഫോഴ്സ് എക്സാമ്പിൾ. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്ത് വരണം, ഒരു കോണ്ടാക്ട് വരണം അല്ലെ. ഇപ്പൊ സാറേ നേരത്തെ പറഞ്ഞ കോണ്ടാക്ടിലൂടെയാണ് ആ ഫോഴ്സ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഒരു ബലം നമ്മൾ ഒരു വസ്തുവിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു ബലം ഒരു വസ്തുവിൽ ഉളവാക്കാൻ വേണ്ടി നമുക്ക് സമ്പർക്കം വേണ്ടി വരുന്നുവെങ്കിൽ അതിനെ സമ്പർക്ക ബലം എന്ന് പറയുന്നത്. ഇനി ആ സമ്പർക്കം വേണ്ടതില്ലെങ്കിലോ സമ്പർക്ക രഹിത ബലം, അങ്ങനെ നോൺ കോണ്ടാക്ട് ഫോഴ്സിന് കുറച്ച് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അല്ലെ, ഭൂമി ചന്ദ്രനെ ആകർഷിക്കുന്നു, അല്ലെങ്കിൽ സൂര്യൻ ഭൂമിയെ ആകർഷിക്കുന്നു, ഇല്ല, പക്ഷെ അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റ്സ് വെച്ചിട്ട് നമ്മൾ കാന്തങ്ങൾ വെച്ചിട്ട് നമ്മൾ അടുത്തടുത്ത് ജസ്റ്റ് കൊണ്ടുവരാൻ തന്നെ അവരെ മുട്ടിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അവര് അട്രാക്ഷൻ ഒരു ഫോഴ്സ് കൊണ്ട് അവിടെ അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഫോഴ്സ് കൊണ്ട് അത് റിപ്പിൾ ചെയ്യും, വികർഷിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ കോണ്ടാക്ട് വരുന്നേ ഇല്ല സാർ അല്ലെ, കോണ്ടാക്ട് അവിടെ വരുന്നില്ല. അപ്പൊ നമുക്ക് അതിനെന്ത് പറയും, നോൺ കോണ്ടാക്ട് ഫോഴ്സ് അല്ലെങ്കിൽ സമ്പർക്ക രഹിത ബലം എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ 134 എന്ന് പറഞ്ഞ പേജിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സസ് പറയുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ ജസ്റ്റ് ആ പേര് പറഞ്ഞു പോകുന്നുള്ളൂ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണമെങ്കിൽ ഒരു ചിത്രമൊക്കെ തന്ന ഒരു ചോദ്യം വരികയാണ്, ഇത് എന്ത് ഫോഴ്സ് ആണ് അല്ലെ, ഇത് ഈ ചിത്രം തന്നിട്ട് ഇത് ഏത് തരം ഫോഴ്സ് ആണ് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഫിഗേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ നോക്കി കിട്ടും. ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കിട്ടും കേട്ടോ. ഓക്കെ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോഴ്സിലേക്ക് പോകാം സാറേ. എന്താണ് ഒന്നാമത്തേത്, മസ്കുലർ ഫോഴ്സ് എന്നാണ് പറയുന്നത്, പേശി ബലം. നമ്മള് മസിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ബലം അല്ലെ, സിമ്പിൾ ആയിട്ട് അങ്ങനെ പറഞ്ഞൂടെ നമുക്ക്, മസിൽ ഉപയോഗിച്ച് ചെയ്യുന്ന ബലം അല്ലെ. യെസ്, നമ്മളെ ചിത്രത്തിൽ കാണുന്നുണ്ട് എന്താണ്, ഒരു രണ്ടു പേര് തമ്മിൽ ഒരു വലി അല്ലെ, ഒരു കയർ റോപ്പിൽ നടത്തുന്നു. യെസ്, വടംവലിയുടെയൊക്കെ യെസ്, അതൊക്കെ എന്താ മസ്കുലർ ബലമാണ് അല്ലെ, മസ്കുലർ ഫോഴ്സ്, പേശി ബലമാണ്. അതാ ഒരു ജിമ്മിൽ വോക്ക് ചെയ്യുന്ന ഇതൊക്കെ എന്താ നമ്മൾ പേശി ഉപയോഗിച്ച് ചെയ്യുന്ന ബലത്തെ നമ്മൾ എന്ത് പറയും, മസ്കുലർ ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ബലമാണ് എന്ത്, അടുത്തൊരു ബലമായിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ്, കാന്തിക ബലം പറഞ്ഞാണ് അല്ലെ. അതാ എന്താണ്, ഒരേ പോൾ വരെ അല്ലെ, ഒരേ പോൾ എന്ന് വെച്ചാൽ ഒരേ ധ്രുവത അല്ലെ, ഒരേ ധ്രുവത വന്നാൽ അത് അട്രാക്ട് ചെയ്യുകയും അല്ലെ, റിപ്പിൾ ചെയ്യുകയും വ്യത്യസ്ത പോൾ വന്നാൽ അത് അട്രാക്ട് ചെയ്യും, ആകർഷിക്കുകയും ചെയ്യും കേട്ടോ. ഒരേപോലത്തെ ധ്രുവങ്ങളാണ് വരുന്നതെങ്കിൽ അത് വികർഷിക്കുകയും വ്യത്യസ്ത ധ്രുവങ്ങളാണെങ്കിൽ അത് ആകർഷിക്കുകയും ചെയ്യുന്നു അല്ലെ. ഇത് എന്താണ്, മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു ഫോഴ്സ് അല്ലെ, മൂന്നാമത്തെ ഒരു തരം ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ മൂന്നാമത്തെ തരം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെ, സ്ഥിത വൈദ്യുത ബലം. എക്സ്പെരിമെന്റ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടാവും ഇതിൽ, തലയിൽ റബ്ബ് ചെയ്തിട്ട് മുടിയിൽ റബ്ബ് ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങൾ അതിൽ ഒട്ടിപ്പിടിക്കുന്നു അല്ല. ആ ഒട്ടിപ്പിടിക്കുന്നതിന് കാരണം അനുഭവപ്പെടുന്ന ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മലയാളത്തിൽ നമ്മൾ അതിനെ സ്ഥിത വൈദ്യുത ബലം എന്ന് പറയും. അടുത്തത് എല്ലാവർക്കും അറിയുന്ന ഒരു ഫോഴ്സ് ആണ് അല്ലെ സാറേ, എല്ലാവർക്കും അറിയുന്ന ഫോഴ്സ് ആണ് എന്താണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ യെസ്, നെട്ടിട്ട് വീഴുന്ന മാങ്ങ, നെട്ടിട്ട് വീഴുന്ന തേങ്ങ അല്ലെ, എല്ലാ സാധനങ്ങളും താഴേക്ക് വീഴാനുള്ള കാരണം. യെസ്, എവറിത്തിങ് അല്ലെ അട്രാക്ട് ടുവേർഡ്സ് ദി സെന്റർ ഓഫ് ദി ബൂം.
എർത്ത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ പറയുന്നത് അല്ലെ. എല്ലാ വസ്തുക്കളും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് അത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ബലം പറയുന്നത് നമുക്ക് മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ യാന്ത്രിക ബലം. അതായത് ഒരു യന്ത്രം ഉപയോഗിച്ച് ഉണ്ടാകുന്ന ബലം, യന്ത്രം കൊണ്ട് ഉണ്ടാകുന്ന ബലം അല്ലെ, ഒരു മെക്കാനിക്കൽ ഫോഴ്സ്. യന്ത്രങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കുഴി കുഴിക്കുന്നതും മറ്റ് അതിന് മെക്കാനിക്കൽ ഫോഴ്സിലാണ് വരുന്നത്, യാന്ത്രിക ബലത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഘർഷണ ബലം എന്ന് പറയും. ഘർഷണ ബലം അല്ലെ, അതൊരു വസ്തുവിനെ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഒരു വസ്തുവിനെ ഇങ്ങനെ വലിച്ചു നീക്കുന്ന ഒരു ഫിഗർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് രണ്ട് പ്രതലങ്ങൾ തമ്മിൽ ഒരു ബോഡിയുടെ മുകളിലൂടെ മറ്റൊരു ബോഡി നീങ്ങുന്ന സമയത്ത് മൂവ് ചെയ്യുമ്പോൾ ഒരു ബോഡിയുടെ രണ്ട് വസ്തുക്കൾക്കിടയിൽ അനുഭവപ്പെടുന്ന സമാന്തരവും വിപരീതവുമായ ഫോഴ്സ്. അതായത് ഇപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് എങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാക്കി എങ്ങോട്ടാണ്, അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, വിപരീത ദിശയിലായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ ഫോഴ്സ് ഒക്കെ പഠിക്കാനുണ്ട്, പക്ഷെ അതിലേക്ക് ഡെപ്തിലേക്ക് ഇപ്പൊ പോകണം എന്നില്ല കേട്ടോ. ഇതൊന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, യെസ്. ഇനി നമ്മൾ ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ക്ലാസിഫൈ ദി ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻടു കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ, അതായത് സമ്പർക്കരഹിത ബലവുമായിട്ട് നമ്മൾ അതിനെ തരംതിരിക്കുക. ഇതാണ് സിറ്റുവേഷൻസ് വരുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ വരുന്നത് ഇതാണ്, എന്താണ്, ബ്രേക്ക്. സൈക്കിളിലാണെങ്കിൽ ഇപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യത്തിൽ വേണമെങ്കിൽ ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന മറ്റു വാഹനങ്ങളാണെങ്കിൽ സൈക്കിളിന് പകരം കാറോ ബൈക്കോ അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോ ബ്രേക്ക് കൊടുക്കുന്ന അല്ലെ, ബ്രേക്ക് കൊടുക്കുന്ന സാറേ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കോണ്ടാക്ട് വരുന്നില്ലേ? വരുന്നുണ്ട്. ആ ബ്രേക്ക് എന്ന് പറയുന്ന ഫംഗ്ഷൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നത് ഒരു കോണ്ടാക്ട് സമ്പർക്ക ബലമാണ്. അപ്പൊ നമുക്ക് അതിനെ സമ്പർക്ക ബലം എന്ന് പറഞ്ഞ് അതിനെ അവിടെ ഉള്ള സമ്പർക്ക ബലം. ഓക്കെ, രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് മാംഗോ ഫാളിംഗ് ഫ്രം എ മാംഗോ ട്രീ. നമ്മൾ നേരത്തെ മാങ്ങ വീഴുന്നതോ അല്ലെങ്കിൽ ആപ്പിൾ വീഴുന്നതോ എന്താണെങ്കിലും കേട്ടോ, ഈ മാങ്ങയ്ക്ക് വേറെ എന്താണെങ്കിലും ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ് വരുന്നത് അല്ലെ, വീഴുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ടാണ്. ഫ്രിക്ഷൻ അല്ല, ഫ്രിക്ഷൻ അല്ല, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം, ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ട് താഴേക്ക് വീഴുന്നത് കൊണ്ട് തന്നെ ഇതെന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അവിടെ കോണ്ടാക്ട് സമ്പർക്കമില്ല, സമ്പർക്കം രഹിത ബലം. ഒന്നാമത് പറഞ്ഞത് നമ്മള് കോണ്ടാക്ട് ഫോഴ്സ് ആണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ് കേട്ടോ, സമ്പർക്ക രഹിത ബലമാണ്. ഓക്കെ, ഇനി മൂന്നാമത് പറയുന്നത് എർത്ത് റിവോൾവ് ചെയ്യുന്നത്, ആർക്ക് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്, സൂര്യന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. ഭൂമി സൂര്യനില്ല, പരസ്പരം ചെയ്തിട്ടില്ല, ഒരു കോണ്ടാക്ട് ഇല്ല, പക്ഷെ അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ഇത് നോൺ കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്ക രഹിത. തന്നെ നമുക്ക് എഴുതാനുള്ള സിമ്പിൾ ആയിട്ട് എഴുതുന്നത്. സ്പീഡ് ഓഫ് എ ബോൾ റോളിംഗ് ഓൺ ഗ്രൗണ്ട് ഈസ് റെഡ്യൂസ്ഡ്. ഉരുളുന്ന ഒരു ബോളിന്റെ വേഗത കുറയുന്നു. അതൊക്കെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അവിടെ കോണ്ടാക്ട് വരുന്നുണ്ട്. ഭൂമിയിലൂടെ ഗ്രൗണ്ടിലൂടെ ഒരു ബോൾ ഉരുണ്ട് പോകുമ്പോ ഈ ഗ്രൗണ്ടും പിന്നെ ഈ പറഞ്ഞ നമ്മളുടെ ബോളും തമ്മിൽ എന്തുണ്ട്, ഒരു സമ്പർക്കം വരുന്നുണ്ട്. അപ്പൊ അതെന്തിന് എക്സാമ്പിൾ ആണ്, കോണ്ടാക്ട് ഫോഴ്സ്, സമ്പർക്ക ബലത്തിന്. ഇനി ഇങ്ങനത്തെ ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഒരു കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും, അതായത് സമ്പർക്ക ബലവും സന്ദർഭങ്ങൾ അനുസരിച്ചിട്ട് നമ്മളോട് തരംതിരിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ യുക്തി അനുസരിച്ച് ഒന്ന് സിറ്റുവേഷൻ വായിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും. ഇത്ര മാത്രം മനസ്സിലാക്കുക, ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കോണ്ടാക്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സ് ആണ്, അതായത് സമ്പർക്ക ബലമാണ്. ഇനി അങ്ങനെ ഒരു കോണ്ടാക്ട് ഇല്ലാതെയാണ് ആ ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ അത് സമ്പർക്ക രഹിത ബലമാണ്, അതായത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം അല്ലെ സാറേ? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. സ്റ്റേറ്റ് റീസൺ എന്നാ പറഞ്ഞേ അല്ലെ, അതായത് ഒരു സന്ദർഭം തന്നിട്ട് അതിന്റെ കാരണം നമ്മളോട് എഴുതാനാണ്. അങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സന്ദർഭം നമുക്കൊന്ന് വായിക്കാം. യെസ്, വി ആർ ഏബിൾ ടു വാക്ക് ഓൺ ദി ഗ്രൗണ്ട് വിത്തൗട്ട് സ്ലിപ്പിംഗ്. യെസ്, അതായത് നമുക്ക് തെന്നി വീഴാതെ നടക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് സാറേ? അവിടെ ഫ്രിക്ഷൻ ആണ്, ബിക്കോസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതായത് ഘർഷണ ബലം കൊണ്ടാണ് നമുക്ക് നടക്കാൻ കഴിയുന്നത്. അതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. തെന്നി വീഴുന്നുണ്ടെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കുറവാണ്, അവിടെ ഘർഷണ ബലം കുറവാണ്. അങ്ങനെ സാഹചര്യങ്ങളുണ്ട്. മഴക്കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് ഒന്ന് വെറ്റായി കിടക്കുകയാണെങ്കിൽ, ടൈലൊക്കെ ഒന്ന് നനഞ്ഞു കിടക്കുകയാണെങ്കിലൊക്കെ ഫ്രിക്ഷൻ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഘർഷണ ബലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം പേജ് നമ്പർ 135 ഇത് എന്താണ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. എന്താണ്
ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഒരു സൈക്കിളിന്റെ ഫ്രിക്ഷൻ അല്ല സൈക്കിളിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അവിടെ ഓയിൽ കൊടുക്കുന്നതാണ് അല്ലേ സാറേ, ചെയിന് ഓയിൽ കൊടുക്കുന്നതിനെ ഫ്രിക്ഷൻ ലൂബ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ജസ്റ്റ് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ആൻസർ ചെയ്താവുന്ന ചോദ്യങ്ങൾ മാത്രം ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് അല്ലെ, വീണ്ടും കാരണം കണ്ടെത്താം. സെയിം പേജ് നമ്പർ 135 തന്നെയാണ് കേട്ടോ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് സെയിം പേജ് നമ്പർ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും പേജ് നമ്പറിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് മറ്റൊരു സിറ്റുവേഷനിലെ റീസൺ ആണ് ചോദിക്കുന്നത് അല്ലെ, ഒരു സന്ദർഭം കൂടി നമുക്ക് കാരണം കണ്ടെത്തണം. എന്താണ്? ഇറ്റ് ഈസ് ഈസി ടു കട്ട് വെജിറ്റബിൾസ് യൂസിങ് എ ഷാർപ്പ് നൈഫ്. ഒരു മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് എളുപ്പം പച്ചക്കറി മുറിക്കാൻ പറ്റും. സാറേ, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, സന്ദർഭങ്ങൾ മാറ്റിയിട്ട്. ഇവിടെ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അവിടെ ഏരിയ കൂടുമ്പോൾ എന്താ സാറേ സംഭവിക്കുക? പ്രഷർ കുറയാണ് അല്ലെ, സാറ് പറയുന്ന പോലെ പ്രഷർ കുറയാണ് ഉണ്ടാകുക. ഏരിയ കൂടുമ്പോൾ പ്രഷർ കുറയാണ് ഉണ്ടാകുക. ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ പ്രഷർ കുറയ്ക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്ക് പ്രഷർ കുറവാണ് വേണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്താൽ മതി? ഏരിയ കൂട്ടിയാൽ മതി. ഇനി ഒരു സ്ഥലത്ത് പ്രഷർ കൂടുതൽ വേണമെങ്കിലോ അവിടെ ഏരിയ കുറച്ചാൽ മതി. ഈ കത്തിയുടെ കേസിലൊക്കെ അതാണ് വരുന്നത് അല്ലെ. അവിടെ ഏരിയ വളരെ, ഈ നൈഫിന്റെ എഡ്ജ് എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത്, വളരെ ഏരിയ കുറവാണ് അല്ലെ, വളരെ ഏരിയ കുറവാണ്. ഏരിയ കുറയുന്നു. അപ്പൊ അവിടെ എന്താവും? പ്രഷർ കൂടുതലായിരിക്കും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെജിറ്റബിൾ കട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നത് 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് ഈസി ടു കട്ട് വെജിറ്റബിൾസ് യൂസിങ് എ ഷാർപ്പ് നൈഫ് അതായിരുന്നു. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ്? ഏരിയ ഓഫ് കോണ്ടാക്ട് ഡിക്രീസസ്, പ്രഷർ ഇൻക്രീസസ്. ഏരിയ കുറയുമ്പോൾ പ്രഷർ എന്ത് ചെയ്യുന്നു? കൂടും. ഓക്കെ, അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, കുറച്ച് എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഭാഗത്ത് ഇവിടുന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ഇതാണ് പറയുന്നത്. എന്താണ്? കോണ്ടാക്ട് ഏരിയ. യെസ്, ആ റെക്ടാംഗിളില് ഷേപ്പില് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ കേട്ടോ. എന്താണ്? അതൊന്ന് മാർക്ക് ചെയ്ത് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും 138 അല്ലേ സാറേ? പേജ് നമ്പർ കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്യാം. കാരണം ഒരുപാട് സന്ദർഭങ്ങൾ നമ്മളോട് ചോദിച്ചേക്കാം. ഇതിന്റെ കാരണം ഇതാണ്. എന്താണ്? കോണ്ടാക്ട് സർഫസിന്റെ ഏരിയ കൂടിക്കഴിഞ്ഞാൽ അവിടെ പ്രഷർ കുറയും. കോണ്ടാക്ട് സർഫസ്, സമ്പർക്ക പരപ്പളവ്. യെസ്, കോണ്ടാക്ട് വരുന്ന, സമ്പർക്കം വരുന്ന ആ പോർഷൻ, ആ ഭാഗത്തെ പരപ്പളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താണ്? മർദ്ദം കുറയും. ഇനി ആ കോണ്ടാക്ട്, അതായത് ആ സമ്പർക്ക പരപ്പളവ് കുറവാണെങ്കിൽ മർദ്ദം കൂടുകയും, കോണ്ടാക്ട് പരപ്പളവ് അതായത് സമ്പർക്ക പരപ്പളവ് കുറയുകയാണെങ്കിൽ മർദ്ദം കൂടുകയും ചെയ്യും. ഈ ഒരു പോയിന്റ് മാത്രം മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, മലയാളത്തിൽ 140ാമത്തെ പേജിൽ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. യെസ്, അതൊന്ന് മാർക്ക് ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി. ഇത് ഈ ഒരു പോയിന്റ് വെച്ചിട്ട് അല്ലെ, നിങ്ങളുടെ ഓൺ വേർഡ്സിൽ പ്രഷറിന്റെ കാര്യമാണ് കീ ആയിട്ടുള്ള വേർഡ്. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് എഴുതാം കേട്ടോ. ഓക്കെ സാർ, അങ്ങനെയാണെങ്കിൽ ആൻസർ നമുക്ക് എന്താണ് പറയാ? നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, അവിടെ എന്താണ്? അവിടെ ഏരിയ കുറവാണ്, നൈഫിന് ഏരിയ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഏരിയ കുറയുന്നു, അവിടെ പ്രഷർ കൂടുന്നു, അവിടെ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. യെസ്, ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ പറയുന്നു. എന്താണ്? ഒരു നമ്മുടെ ചരക്ക് വാഹനങ്ങൾ, ലോറിയാണ് ഇവർ പറയുന്നത്. ടയറുകളുടെ എണ്ണം കൂടുതലായി മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോർമലി നമുക്ക് കാറുകളൊക്കെ അല്ലെങ്കിൽ നോർമൽ ലോറീസ് പോലെയല്ല ചരക്ക് വാഹനങ്ങളുടെ പ്രത്യേകത എണ്ണം കൂടുതലായിരിക്കും അല്ലെ സാർ? അടുപ്പിച്ചിട്ടുണ്ട് ബാക്കിലൊക്കെ ടയറുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതും ഈ പറഞ്ഞ പോയിന്റ് ആണ് അല്ലെ. ടയറിന്റെ എണ്ണം കൂടുമ്പോൾ അവിടെ എന്താണ്? കോണ്ടാക്ട് സർഫസ് ഏരിയ കൂടുന്നു അല്ലെ, സമ്പർക്ക പരപ്പളവ് കൂടുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു? പ്രഷർ കുറയും. പ്രഷർ കുറയുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ടയർ ഇവിടെ മണ്ണിൽ പൂണ്ടു പോകില്ല. അതാണ് അതിന്റെ ഒരു കാരണം കേട്ടോ. കാരണം ലോഡ് വരുന്ന സമയത്ത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോ ടയർ പൂണ്ടു പോകാതിരിക്കാനാണ് അവിടെ ടയറിന്റെ എണ്ണം കൂട്ടുന്നത്. അപ്പൊ കോണ്ടാക്ട് സർഫസ് ഏരിയ അതായത് സമ്പർക്ക പരപ്പളവ് അവിടെ കൂട്ടുന്നു, മർദ്ദം കുറയും. ഓക്കെ, ഇതാണ് ആ ഭാഗത്ത് വരുന്നത് കേട്ടോ. ഇനി എന്താണ് പറയാ? ദ മൂവിങ് പാർട്സ് ഓഫ് ദ മെഷീൻ എക്സ്പീരിയൻസ് വെയർ ആൻഡ് ടയർ. ചലിക്കുന്ന യന്ത്രഭാഗങ്ങൾക്ക് തേയ്മാനം ഉണ്ടാകും. നമുക്കറിയാം, ഈ മെഷീനറീസ് ആണെങ്കിൽ എന്തായാലും വെയർ ആൻഡ് ടയർ ഉണ്ടായിരിക്കും. അതായത് തേയ്മാനം വന്ന്
ലോഹങ്ങൾ തമ്മിൽ ഉരസുമ്പോ തീർച്ചയായിട്ടും അവിടെ തേയ്മാനം അല്ലെ. അപ്പൊ അത് എന്തുകൊണ്ട് ഉണ്ടാവുന്നത്? ഇത് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളെ ചെരുപ്പ് തേഞ്ഞ് പോവും. അതുപോലെ തന്നെ മെറ്റൽ ഭാഗങ്ങൾ, ചില നമ്മൾ വണ്ടിയൊക്കെ കുറച്ച് നാള് വാഹനങ്ങൾ ടയറുകൾ തേഞ്ഞ് പോകും. ഓക്കെ, അപ്പൊ മൂവിങ് പാർട്സുകളൊക്കെ എന്ത് സംഭവിക്കും? തേഞ്ഞ് പോകും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാ? ഫ്രിക്ഷൻ കൊണ്ടാണ് അല്ലെ. വാഹനങ്ങളുടെ ഇത് കൂടാതെ നമ്മൾ വാഹനങ്ങളുടെ ടയർ തേഞ്ഞു പോകാനോ ചപ്പൽസ് തേഞ്ഞു പോകാനോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മെഷീൻസിന്റെ ഭാഗങ്ങൾക്ക് വെയർ ആൻഡ് ടയർ അനുഭവപ്പെടാനോ അതിന്റെ റീസൺ എന്താണ്? ഘർഷണ ബലമാണ് കേട്ടോ. ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഘർഷണ ബലമാണ് അതിന്റെ കാരണം. ഇനി നമുക്ക് ഇതാ ഒരു ചോദ്യത്തിലും കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ഒരു ചോദ്യം കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു. അപ്പൊ ചോദ്യത്തില് എടുത്തു പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മൂത്ത് സർഫസിലാണ് നമ്മൾ ഈ ടോയ് കാർ വെച്ചിട്ടുള്ളത്. മൂവ് ചെയ്യാൻ പറ്റും. ഇത് ഈ കാറിന്റെ രണ്ടറ്റത്ത് നിന്നും പോയിട്ടുള്ള ഈ റോപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന നൂല് ഒരു കപ്പി ഉപയോഗിച്ചിട്ടാണ് താഴത്തേക്ക് ആ പാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. രണ്ടെൻഡിലും പാൻസ് ഉണ്ട്. രണ്ടെൻഡിലും A-B എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. രണ്ടെണ്ണിലും ഒരു പാൻസ്, ഒരു പാത്രം അല്ലെ, അത് വെച്ചിട്ടുണ്ട്. അത് കപ്പി ത്രൂ ആണ് വെച്ചിട്ടുള്ളത്. അതായത് എന്താണ് അത് എന്താ പറയുക, മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാറിന് വേണോന്ന്. നമുക്ക് വേണമെങ്കിൽ ചോദ്യം ഒന്ന് വായിക്കാം. എ ടോയ് കാർ ഓഫ് 50 gram placed on a polished table. Okay, polished table ആണ്. Okay, with threads attached to it carrying 2 pans passed through pulleys. Pulleys എന്ന് പറയുന്നത് സാർ പറഞ്ഞ കപ്പിയാണ്. അതാണ് നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇതിന് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്, ക്വസ്റ്റ്യൻ എ വരുന്നത്, what do you observe if 100 gram each is placed on both the pans? രണ്ട് പാനിലും 100 gram വീതം വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിരീക്ഷിക്കാൻ പറ്റുന്നത്? എന്ത് സംഭവിക്കും? നല്ല ചോദ്യം അല്ലെ. രണ്ട് സൈഡിലും ഒരേ ഭാരമല്ലേ മക്കളെ, ഒരേ ഫോഴ്സ് അല്ലേ വരുന്നത്. ഇങ്ങോട്ടേക്കും ഇല്ല, അങ്ങനെ നിൽക്കും, ഒറ്റ നിപ്പ് അങ്ങ് നിൽക്കും കേട്ടോ. 100 gram, രണ്ടിലും 100 gram ആണ്. ഈക്വൽ വെയിറ്റ്സ് ആയതുകൊണ്ട് തന്നെ കാറ് മൂവ് ചെയ്യത്തില്ല. അതാണ് ആൻസർ. കാറ് മൂവ് ചെയ്യുന്നില്ല കാരണം ഈക്വൽ ഫോഴ്സ് ആണ്. ദ ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ബോത്ത് സൈഡ്സ് ആർ ഈക്വൽ, സോ ദ കാർ വിൽ നോട്ട് മൂവ്. കാർ മൂവ് ചെയ്യില്ല. രണ്ട് ഭാഗത്തേക്കും അനുഭവപ്പെടുന്ന 100 gram ആണ്, അപ്പുറത്ത് 100 gram ആണ്. അപ്പൊ രണ്ട് ഭാഗത്തും തുല്യ ബലമായതുകൊണ്ട് അല്ലെ മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരു ചോദ്യം വരുന്നത് എന്താന്ന് വെച്ചാല്, ഒരു സൈഡില് അല്ലെ സാറേ, ഒരു സൈഡിൽ 100 ഗ്രാമും രണ്ടാമത്തെ പാനിൽ 200 നേരെ ഇരട്ടി വെച്ചിരിക്കും. അതായത് എ എന്ന് പറയുന്ന പാനിൽ 100 ഗ്രാമും ബി എന്ന് പറയുന്ന പാനിൽ 200 ഗ്രാമും. എന്തായിരിക്കും സംഭവിക്കുക സാറേ? സ്വാഭാവികം, കൂടുതൽ ഭാരമുള്ളിടത്തേക്ക് കാറ് മൂവ് ചെയ്യും. ഓക്കെ, അതാണ് ആൻസർ. ഇത് ചിന്തിച്ചെഴുതാനുള്ളൂ മക്കളെ, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇല്ല, നിങ്ങളുടെ കോമൺ സെൻസിൽ. അതാണ് പറഞ്ഞത്, ഈ മൂന്നാമത്തെ ചാപ്റ്റർ നമുക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന ഡെയിലി ലൈഫിൽ കാണുന്ന കുറെ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ. അപ്പോ ഇതാണ് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററിൽ. ഇത്രയും ഭാഗം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ അല്ലെ. ഈ ഓണ പരീക്ഷയ്ക്ക് ഇത്രയും ഭാഗം നിങ്ങൾ, കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ തേർഡ് ചാപ്റ്റർ ഉണ്ടായിരുന്നില്ല, ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയും ഭാഗത്തു നിന്നാണ് ചോദ്യം വരികയുണ്ടായത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 ചാപ്റ്ററും നിങ്ങൾക്ക് അറിയാം, നമ്മൾ എന്താണ് അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ടാകും, എല്ലാവരും പഠിച്ചിട്ടുണ്ടാകും. അതിന്റെ കൂടെ മൂന്നാമത്തെ ചാപ്റ്ററിന് ഇത്രയും ഭാഗം കൂടി പഠിക്കാം മക്കള്, ഭംഗിയായിട്ട് ഒട്ടും സ്കിപ്പ് ചെയ്യരുത്. എസ്പെഷ്യലി സെക്കൻഡ് ചാപ്റ്റർ അതിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തെ ചാപ്റ്ററിന് ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും. എന്റെ എല്ലാ മക്കൾക്കും നല്ല മാർക്ക് എന്തായാലും ഈ ഓണ പരീക്ഷയ്ക്ക് ഉണ്ടാകും കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥന, സാറുമാരുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ വർക്കും അല്ലെ, കോച്ചിങ് സെന്റർ മൊത്തത്തിൽ നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കുക. ഓക്കെ, അപ്പോ പഠനം തുടരുക അല്ലെ. ഓക്കെ, അപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുക. ഇത്ര നേരം ക്ലാസ് കേട്ട ബേസിക് സയൻസിന്റെ എക്സാം അടിപൊളിയായിട്ട് എഴുതാം, ബയോളജി ആയിക്കോട്ടെ. ഇനി അതിന്റെ കൂടെ ബാക്കിയുള്ള സബ്ജക്ട്സും എന്ത് ചെയ്യാം, നന്നായിട്ട് തന്നെ എക്സാംസും നന്നായിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ മക്കളെ താങ്ക് യു, നന്ദി.